നമസ്കാരം, ഗ്ലോബൽ മില്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-ലെ 2 വർഷത്തെ വർക്ക് വിസ ഓപ്പൺ ആയിട്ടുണ്ട്. വെറും 2 ലക്ഷം രൂപയ്ക്ക് UK-ൽ വരാനും ഇവിടെ ജോലി കണ്ടെത്താനും സാധിക്കുന്ന ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ ഓപ്പൺ ആയിട്ടുണ്ട്. ഫെബ്രുവരി 20 മുതൽ ഫെബ്രുവരി 22 വരെ നടക്കുന്ന ബാലറ്റ് സിസ്റ്റത്തിൽ കൂടെയാണ് ഇത് തിരഞ്ഞെടുക്കുന്ന ആളുകളെ. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഈ പ്രോസസ്സിൽ കൂടെ വന്ന ഒരാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ ഇതിന് സെലക്ഷൻ നേടാം, സെലക്ഷൻ നേടിയതിന് ശേഷം വിസ ആപ്ലിക്കേഷൻ എന്തൊക്കെ പ്രോസസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഒരാളോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ഇത് റീ അപ്ലോഡിംഗ് ആണ്. സോ കഴിഞ്ഞ വർഷം വന്ന ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഈ വിസയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബ്രോ, പേരും നാട്ടിൽ നിന്ന് എഴുതാമെന്ന് പറയാമോ? എൻ്റെ പേര് ജസിൻ. ഞാൻ നാട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് യൂത്ത് മൊബിലിറ്റി വിസയ്ക്ക് അപ്ലൈ ചെയ്തത്? അപ്പോൾ ഏത് സമയത്താണ് തുടങ്ങുന്നത്? ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒന്ന് പറയാമോ നമുക്ക് വേണ്ടിയിട്ട്? നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അന്നൊരു 16 hours എന്തോ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ. അത് അവർ പറയുന്ന ക്രൈറ്റീരിയ നമുക്കിപ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ബാലറ്റ് സിസ്റ്റത്തിന് കയറുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നാഷണാലിറ്റി പ്രൂവ് ചെയ്യുന്ന നമ്മുടെ പാസ്പോർട്ട്, പിന്നെ നമ്മുടെ കുറച്ച് ക്രൈറ്റീരിയ പറയുന്നത് നമ്മുടെ പേര്, സ്ഥലം, നമ്മൾ ഇന്ത്യയിൽ തന്നെയാണോ, മെയിനായിട്ട് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണത് പ്രൊവൈഡ് ചെയ്യണത്. പിന്നെ നമുക്ക് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയ വരുന്നത് നമുക്ക് 18 വയസ്സിൻ്റെ മുകളിലാണോന്നുണ്ട്. പിന്നെ ബാച്ചിലേഴ്സ് ആണോ, ഒരു ലെവൽ 6 എന്ന് പറഞ്ഞ ഒരു ക്രൈറ്റീരിയ മെയിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മിനിമം അതിന് മുകളിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അതെ, ഡിഗ്രി അബോവ് ക്വാളിഫിക്കേഷൻ എന്തായാലും വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നൊക്കെ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ അവർ പറയും. അത് ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഇത് നമുക്ക് ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റേജ് അതെ, ബാലറ്റ് സിസ്റ്റം. അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ സക്സസ് ആയാൽ മാത്രമാണ് പിന്നെ പറയുന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അവർ പറയുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിലിപ്പോൾ നമ്മൾ അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത്, അതായത് മെഡിക്കലിന്റെ. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ആ പ്രോസസ്സോട് കഴിഞ്ഞു. എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന്റെ ഒരു സക്സസ്ഫുൾ? അത് കഴിഞ്ഞിട്ടൊരു 2 weeks വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന്റെ ബാലറ്റ് സക്സസ്ഫുൾ ആണോ അൺസക്സസ്ഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒപ്പം. അൺഫോർച്ചുനേറ്റ്ലി അവൻ അൺസക്സസ്ഫുൾ ആണ്. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയി കിട്ടി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അതിനെ പറ്റി ആർക്കും അറിയണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതെ, ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് ടൈം ആയിരുന്നു. അപ്പോൾ ഫെബ്രുവരി അപ്ലൈ ചെയ്തത് ഏകദേശം മാർച്ച് ആയപ്പോൾ തന്നെ കൺഫർമേഷൻ വന്നായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ ഇപ്പോൾ നോർക്ക റൂട്ട്സ് അതിലൊക്കെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മീൻസ് അറിയായിരുന്നില്ല, അവർക്ക് കൂടുതൽ ധാരണ കൂടുതൽ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി. പിന്നെ അവർ പറയുന്ന ക്രൈറ്റീരിയകൾ അനുസരിച്ച് ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് TB അത് നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് എറണാകുളത്ത് ഉണ്ട്, പിന്നെ അമൃതയിലും ലേക്ക് ഷോറിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തിരുവനന്തപുരത്തും ഏതൊരു ഹോസ്പിറ്റലിൽ അതുണ്ട്. പിന്നെ പറയുന്നത് PCC നമ്മുടെ പേരിൽ എന്തെങ്കിലും അത് നമ്മൾ പാസ്പോർട്ട് വെച്ചിട്ട് തൃശ്ശൂർ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് പോലീസിൽ നിന്ന് എടുക്കുന്ന അല്ല, നമ്മളത് നമ്മുടെ വീട്ടിലെ അഡ്രസ്സിലോട്ട് കൊടുത്തിട്ട് അവർ അവിടുന്ന് എടുത്ത് തരും. ലെറ്റർ ആയിട്ട് വരും അത്. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു. അതെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് കോളേജിൽ നിന്ന് നമ്മൾ ഇന്ന കോഴ്സ് പഠിച്ചു, നമ്മൾ പഠിച്ച മീഡിയം ഇംഗ്ലീഷ് ആയിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ. പിന്നെ റെക്കമെൻഡേഷൻ, അങ്ങനെ കുറച്ച് ഇത്രേ ഉള്ളൂ. അല്ല, അപ്പം ഡോക്യുമെന്റ്സ് ആയിട്ട് അത്ര സാധനങ്ങളെ വേണ്ടി വന്നുള്ളൂ അല്ലേ? അതെ, ഡോക്യുമെന്റ്സ് ആയിട്ട് അത്ര സാധനങ്ങളെ വേണ്ട. പിന്നെ അതിനുശേഷം പിന്നെ എന്തായിരുന്നു പ്രോസസ്? അതിനുശേഷം നമുക്കൊരു 28 days അവർ ടൈം തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലൊരു 2,60,000 എമൗണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും എത്ര ദിവസത്തെ മെച്യൂരിറ്റി ഉണ്ടാവണം? അതൊരു മിനിമം 28 days എങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ശരിക്കും ഈ സെക്കൻഡ് പ്രോസസ്സ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഈ ബാങ്കിലെ ഡീറ്റെയിൽസും എല്ലാം എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്? അതെ, അതൊരു 28 ഡേയ്സ് അതിനാണ് പറയണത്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ അക്കൗണ്ടിൽ ഈ ക്യാഷ് ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നാലാണ് നമുക്ക് എമൗണ്ട് മെച്യൂർ ആയിട്ട് വരുള്ളൂ. വേറെ ആൾക്കാരുടെ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റുമോ നമുക്ക് എമൗണ്ട്? അത് ഞാനും ചോദിച്ചായിരുന്നു, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അപ്പം ഈ പ്രോസസ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ അതിന് ശേഷമുള്ള പ്രോസസ്സ് എന്തായിരുന്നു? ഇത് അതിനുശേഷമുള്ള പ്രോസസ്സ് നമുക്ക് UK ഗവൺമെന്റിന് ഒരു IHS എമൗണ്ട്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ഒരു എമൗണ്ട് ഒരു 95,000 ഒരു അടയ്ക്കുന്നു. ഈ 2.5 ലക്ഷം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട, നാട്ടിലെ അക്കൗണ്ടിൽ നാട്ടിലത്തെ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമ്മളത് കാണിച്ചാൽ മതി. പിന്നെ IHS സർചാർജ് 95,000 രൂപ, പിന്നെ ഒരു 25,000 വിസ ഫീ നമുക്ക് അടയ്ക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഈ 2 എമൗണ്ട്. ഇത് കഴിഞ്ഞിട്ടപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സോ വല്ലവർ തന്നിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും ഇല്ല, വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ VFSൽ പോയിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കണമായിരുന്നു. എന്നിട്ട് നമ്മൾ VFSൽ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അത് ഒറിജിനലാണ്. യങ് പ്രൊഫഷണൽ വിസയുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണോ? ഇല്ല, നമ്മൾ അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ സക്സസ്ഫുൾ ആണോ എന്നുള്ള ഒരു ലെറ്റർ, മെയിൽ വന്നിട്ടുള്ള ലെറ്റർ നമ്മൾ അവിടെ കാണിക്കണം. അപ്പം വിസയ്ക്ക് വെച്ചിട്ട് എത്ര നാളിനുള്ളിൽ വിസ വന്നു? വിസയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 1 മന്തിനുള്ളിൽ തന്നെ കിട്ടി. വിസ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. എൻട്രി ക്ലിയറൻസോട് കൂടെ പാസ്പോർട്ട് കിട്ടി അല്ലേ? അപ്പം അതിലൊരു 3 മന്ത് പീരീഡ് ഉണ്ടായിരുന്നു. 3 മന്തിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ UK എത്തി ബ്രോ? ഞാനിപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ തന്നെ എത്തിയല്ലേ? അപ്പം നല്ലൊരു കാര്യം, സന്തോഷം ബ്രോ. താങ്ക് യു. അപ്പം നമുക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് യൂത്ത് മൊബിലിറ്റി വിസയുടെ ഡീറ്റെയിൽസ്. അപ്പം എങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ഈ ബാലറ്റ് സിസ്റ്റത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വരുന്ന 2 ദിവസത്തിനകം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നും നാളെയും മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വീഡിയോ ഞാൻ അധികം വൈകാതെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് ഏകദേശം ഇനി 1 മാസം ടൈം ഉണ്ടാകും. ഇത് സെലക്ട് ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇടുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു സമയമാകും. അപ്പോൾ ആ ടൈമിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം യൂത്ത് മൊബിലിറ്റി വിസ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ യങ് പ്രൊഫഷണൽ വിസ അപ്ലൈ ചെയ്ത് UK എങ്ങനെ വരാമെന്നും എന്നുള്ള ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 2 വർഷത്തെ വിസയാണ്. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലെങ്കിൽ പോലും UK വന്നിട്ട് ജോലി കണ്ടുപിടിച്ച് വിസ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനും അതേപോലെ തന്നെ പെർമനൻ്റായിട്ട് UK ഭാവി സെറ്റിൽ ചെയ്യാനുമുള്ള ഒരുപാട് അവസരങ്ങളാണ് യൂത്ത് മൊബിലിറ്റി വിസ ഒരുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടിലുള്ള ഒരാളാണെങ്കിൽ, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് എൻ്റർടൈനിങ്ങുകൾ കാണാൻ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. വരെ ഗുഡ് ബൈ.